മുരിഞ്ഞ ഉപ്പേരി, വരട്ടിയെടുത്ത ശർക്കര, ഈ വിഭവങ്ങൾക്ക് തിരുവോണം അരികിലെത്തിയതോടെ ആവശ്യക്കാർ ഏറുകയാണ്. ഒപ്പം വിലയും. വെളിച്ചെണ്ണയുടെയും ഏത്തക്കയുടെയും വില കുതിച്ചു കയറിയതാണ് ഉപ്പേരി വിപണിയിലും പ്രതിഫലിച്ചത്. കിലോയ്ക്ക് 560 രൂപ നിരക്കിലാണ് വിൽപ്പന പൊടിപൊടിക്കുന്നത്. തിരുവോണത്തിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ പൂവിപണിക്ക് ഒപ്പം സജീവമായിരിക്കുന്ന മറ്റൊരു വിപണി കൂടിയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഉപ്പേരിയും ശർക്കര വരട്ടിയും ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള തിരക്കാണ് ഈ കടകളിലൊക്കെ. തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഉപ്പേരിയും ശർക്കര വരട്ടിയും ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളൊക്കെ. ഉപ്പേരി ഉണ്ടാക്കുന്നത് നമ്മൾ എപ്പോഴും കാണുന്നതാണ്, പക്ഷേ ശർക്കര വരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നേരിൽ കാണാനുള്ള ഒരു അവസരം കൂടിയാണിത്. ഇത് സെക്രട്ടേറിയറ്റിന് സമീപത്തുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. അവിടെ ഉപ്പേരിക്കൊപ്പം ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ശർക്കര വരട്ടി, അത് വലിയ ഉരുളിക്കുള്ളിലേക്ക് വറുത്ത് വച്ചിരിക്കുന്ന കായിട്ട് വഴറ്റിയ ശർക്കരയിൽ അത് വഴറ്റിയെടുക്കുകയാണ്. ആ സുന്ദരമായ കാഴ്ചയാണ്. ഇവിടെ നിന്നാൽ ആർക്കും അതെടുത്ത് കഴിക്കാൻ തോന്നും, അത്രയും മനോഹരമാണ് ആ കാഴ്ച. ഇങ്ങനെ വലിയൊരു പ്രോസസ്സിനൊടുവിലാണ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്ന ഈ ശർക്കര വരട്ടി. നമ്മുടെ സദ്യ ഇലകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യം വിളമ്പുന്ന 2 ഇനങ്ങളാണ് ഉപ്പേരിയും ശർക്കര വരട്ടിയും. ആ ശർക്കര വരട്ടി ഉണ്ടാക്കിയെടുക്കുന്നത് ഈ വിധത്തിലാണ്. സമാനമായ തരത്തിൽ ഉപ്പേരിയുമുണ്ട്. ഈ ശർക്കര വരട്ടിക്കാണ് തോന്നുന്നു ആയാസം കൂടുതൽ. അതുകൊണ്ടാണ് ഇത്തരത്തിൽ അതിനുവേണ്ടി കുറച്ചുകൂടി ഒരു എഫേർട്ട് എടുത്തുകൊണ്ടുള്ള അവരുടെ പ്രവർത്തനം. നമുക്ക് ഈ വിശേഷങ്ങളൊക്കെ അവരോട് തന്നെ ചോദിക്കാം. ഈ ഉപ്പേരി ഉണ്ടാക്കുന്നേക്കാളും തിരക്കുണ്ടാകുന്നത് ഇതിനാണല്ലേ, ഈ ശ്രമകരം? ഉപ്പേരിയാണ് ഏറ്റവും പാട് ഉണ്ടാക്കുന്നത്. ഇത് എത്ര കിലോ കാണും ഇപ്പൊ? ഇതിപ്പോ 30 കിലോ. അപ്പൊ ഇത് ആദ്യം നമ്മൾ വറുത്തെടുക്കും അല്ലേ? ആദ്യം വറുത്തെടുത്ത് പിന്നെ തണുത്ത ശേഷം ശർക്കര പാവ് കാച്ചി ആ പാവിനെടുത്ത് ചുക്കൊക്കെ ഇട്ട് എല്ലാം എടുത്ത് ഇങ്ങനെ ഉണ്ടാക്കാൻ പോകും. ഇതിന്റെ അകത്ത് എല്ലാം മറ്റേ എല്ലാം ഇട്ട് എല്ലാം ഇട്ട് കുരുമുളക് എല്ലാം ഇട്ട്. ഓക്കെ ചേട്ടാ, ഈ ഓണം എങ്ങനെയുണ്ട്? അടിപൊളി ഓണം. തിരക്ക് എല്ലാ വർഷത്തെയും പോലെ അതിനെക്കാട്ട് കൂടുതലാണ് ഈ കൂടുതലാണ്. അതെ അതെ. ഇത് നമ്മൾ ഈ കായ എവിടുന്നാണ് കൊണ്ടുവരുന്നത്? നമ്മുടെ മണക്കാട് ചെന്ന്. അതെ അതെ. ഇപ്പൊ എങ്ങനെയാ നമ്മുടെ വില? എങ്ങനെയാണ് ഇത്തവണ? 140 രൂപ ഒരു കിലോ ശർക്കര വരട്ടി ചിപ്സോ എല്ലാം ഒരേ. വെളിച്ചെണ്ണയിലും ഉള്ളി വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ. കുമാർ വെളിച്ചെണ്ണ ചിപ്സിൽ മാത്രമാണ് ചെയ്യണത്, ഉണ്ടാക്കണത്. വില കൂടുതലാണോ ഇത്തവണ? കഴിഞ്ഞ വില കൂടുതലാണ്. അതാണ് വില കൂട്ടിയത്. ഞങ്ങളായിട്ട് കൂട്ടിയതല്ല, കായ്ക്ക് വില. അതെ കുഴപ്പമില്ല. അത് ഓണം എല്ലാ കൊല്ലം നടക്കുന്നുണ്ട്. ഈ കൊല്ലം കുറച്ച് കൂടുതലേ നടക്കുന്നു. ആണല്ലേ? ഓക്കെ. അപ്പൊ ഇതിനി എത്ര നേരം എടുക്കും? ഒരു 10 മിനിറ്റ്. ഈ പൊടി തൂറ്റി ഈ ചുക്ക് കിടുമ്പം അതിപ്പോ സെറ്റാവും. അപ്പോൾ ഇത് മനോഹരമായിട്ട് ഉണ്ടാക്കിയാണ്. ചുക്കും മറ്റ് ചില ഔഷധക്കൂട്ടൊക്കെ ഇട്ട് ഒരുമിച്ച് പൊടിച്ചുണ്ടാക്കിയ ഏലക്കയൊക്കെ. അതെ അതെ, ചുക്ക്, ഏലക്ക, ഗ്രാമ്പൂ ഒക്കെ പൊടിച്ചിട്ട് ആ ശർക്കര പാനിക്ക് മുകളിൽ വറുത്ത വാഴക്കയുടെ മുകളിലേക്ക് അത് ഇടുകയാണ്. അങ്ങനെ അത് വറുത്ത് 10 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ സ്വാദിഷ്ടമായ ചക്കര വരട്ടി എന്ന് നമ്മൾ പരമ്പരാഗതമായി വിശേഷിപ്പിക്കുന്ന ചക്കര വരട്ടി റെഡിയാകും. ഈ 2 ദിവസമാണ് ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാകുന്നത്. ഇവിടെ നമുക്കറിയാം, ഈ ചിപ്സ് ഉണ്ടാക്കുന്നതിനും അതോടൊപ്പം ഈ ശർക്കര വരട്ടി ഉണ്ടാക്കുന്നതിനും വേണ്ടി വാഴക്കുല, അത് വലിയ വാഴക്കുലകൾ ഒരുമിച്ചെത്തിച്ച് അത് പ്രോസസ് ചെയ്യുന്ന നടപടി അത് മറ്റൊരു സൈഡിൽ പുരോഗമിക്കുകയാണ്. ഇങ്ങനെയുള്ള കടകളിൽ ഏറ്റവും തിരക്കുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഓണക്കാലം. ഞാൻ ഈ കട നമ്മൾ ഇതുവഴി യാത്ര സാധാരണയായി ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരു കടയാണ്. എപ്പോഴും തിരക്കുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ ഇങ്ങനെ ചിപ്സും എപ്പോഴും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിപ്സും ഉണ്ടാക്കാൻ പോവാണ്. എനിക്കൊരു 2 ചിപ്സ് തരുമോ? ഓക്കെ. അപ്പോൾ ഇത് വെളിച്ചെണ്ണയിലുള്ള ചിപ്സാണ്, വളരെ രുചികരമായ ചിപ്സ്. അതോടൊപ്പം ഉണ്ണിയപ്പം ഉണ്ട്. അങ്ങനെ സ്വാദിഷ്ടമായ വിഭവങ്ങളുടെ ഒരു കലവറ തന്നെയാണ്. ഇത് കഴിച്ചു നോക്കണം, അപ്പോഴേ അതിന്റെ രുചി മനസ്സിലാകത്തുള്ളൂ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ചിപ്സിന് കുറച്ചുകൂടെ കൗതുകമാണ്. അപ്പൊ അതുപോലെ ശർക്കര വരട്ടിയും കൂടെ കഴിച്ചിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ. പക്ഷേ അത് 10 മിനിറ്റ് കൂടെ എടുക്കും ആകാൻ വേണ്ടി. അപ്പൊ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇത് ഉണ്ണിയപ്പം, ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഒരു ട്രേഡ് മാർക്ക് ഐറ്റം. ഇതിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരേറെ ഉള്ള ഒരു വിഭവം ഉണ്ണിയപ്പം തന്നെയാണ്. ഉണ്ണിയപ്പം അതുപോലെ തന്നെ സുന്ദരമാണ്. അത് ഉണ്ടാക്കിയെടുക്കുന്നതും അത് കഴിക്കുന്നതൊക്കെ അതിനേക്കാൾ രുചികരം. അപ്പോൾ ഈ ഓണക്കാലത്ത്
ഏറ്റവും കൂടുതൽ ആവശ്യക്കാരേറുന്ന, പ്രത്യേകിച്ച് സദ്യയിലെ ഒഴിച്ചുകൂടാനാവാത്ത 2 വിഭവങ്ങളാണ് ഉപ്പേരിയും ശർക്കര വരട്ടിയും. അത് ഉണ്ടാക്കുന്ന മനോഹരമായ കാഴ്ചയാണ് അവിടെ. ഈ 2 ദിവസം നമുക്ക് ഏറ്റവും തിരക്ക് എപ്പോഴാണ്, അല്ലെങ്കിൽ പരമാവധി എത്ര വാഴക്കുല വരെ ഇതിനു വേണ്ടിയിട്ട് ഇത് പ്രോസസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുള്ള കാര്യം കൂടെ നമുക്ക് ചോദിച്ചറിയാം. ചേട്ടാ, ഒരു ദിവസം നമ്മൾ എത്ര കൊല പരമാവധി ഉപയോഗിക്കും? 1000 കിലോ ഒക്കെ അടുപ്പിച്ച് തരും. 1000 കിലോ. അപ്പൊ നിങ്ങൾ രാത്രി വരെയും പ്രവർത്തിക്കുക? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതന്നെ ജോലി. രാത്രി ആയാലും ഇതന്നെയാണ്. അപ്പൊ ഇനിയുള്ള 3-4 ദിവസമായിരിക്കും ഏറ്റവും 3 ദിവസം അങ്ങനെ ആയാലും വെളുപ്പിനെ ഒരു 3 മണി വരെയൊക്കെ ചെയ്യേണ്ടി വരും. 1000 കൊല, 1000 കിലോ. 1000 കിലോ. അപ്പോൾ അത്തരത്തിലാണ് വിശേഷങ്ങൾ. ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ഈ വിഭവങ്ങൾ, ഉപ്പേരി, ശർക്കര വരട്ടിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഉണ്ടാക്കുക കൂടി ചെയ്യുന്ന മനോഹരമായ കാഴ്ച കാണേണ്ടതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത്. നഗരത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഉപ്പേരിക്കും ശർക്കര വരട്ടിക്കും വേണ്ടി ഓടി നടക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ വിപണിയും പൊടിക്കുകയാണ് തിരുവോണത്തെ വരവേൽക്കാൻ. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.